അതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. നിർമ്മൽ, ഒരു പരമാധികാര രാഷ്ട്രത്തിനുമേൽ ഉള്ള കടന്നുകയറ്റമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിന്റെ ആദ്യ അറ്റാക്കിൽ തന്നെ അവരുടെ പരമോന്നത നേതാവ് ഖമനയി കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള ഒരു ആക്രമണമാണോ അമേരിക്കയും ഇസ്രായേലും സമ്മാനിച്ചിരിക്കുന്നത്? പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്രയും പെട്ടെന്ന് സുപ്രീം ലീഡറിനെ ടേക്ക് ഔട്ട് ചെയ്യുന്ന ഒരു പക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല. അമേരിക്കയും ഇസ്രായേലും പക്ഷെ തീർച്ചയായിട്ടും ഈ സമയത്ത് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പായിരുന്നു. കാരണം രണ്ടു കൂട്ടർക്കും നെതന്യാഹുവിനും ഡൊണാൾഡ് ട്രംപിനും ഇലക്ഷൻസ് വരുന്നുണ്ട് നവംബറിൽ. രണ്ടുപേരുടെയും അൾട്ടിമേറ്റ് പവർ നഷ്ടപ്പെട്ടേക്കാവുന്ന ഇലക്ഷൻസ് ആണ്. അതിനുശേഷം ഇങ്ങനെ സാഹചര്യം ഒത്തു കിട്ടണമെന്നില്ല. മാത്രമല്ല, ഇറാനും അവരുടെ പ്രോക്സികളായ ഹെസ്ബുള്ളയും ഹൂത്തീസും ഹമാസും എല്ലാം തന്നെ അവരുടെ വീക്കസ്റ്റ് പോയിന്റിലാണ്. യുണൈറ്റഡ് നേഷൻസ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ സാധ്യതയുള്ള യുണൈറ്റഡ് നേഷൻസ് അവരുടെ വീക്കസ്റ്റ് പോയിന്റിലാണ്. ഇറാനിലെ ജനങ്ങളും ഹാപ്പിയല്ല. അപ്പൊ ഈ ഒരു സാഹചര്യം നോക്കി ഇത് മുന്നോട്ട് പോകുന്നത് ഉറപ്പായിരുന്നു. പക്ഷെ സുപ്രീം ലീഡറിനെ ഇത്ര പെട്ടെന്ന് ടേക്ക് ഔട്ട് ചെയ്തത് വലിയൊരു സെറ്റ് ബാക്ക് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇനി എനിക്ക് തോന്നുന്നത് അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും സംയുക്തമായി ശ്രമിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന്, ഇവരുടെ മിസൈൽ ലോഞ്ചിങ് കേപ്പബിലിറ്റി. ഇപ്പൊ ഹെസ്ബുള്ളയായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ട് വരുന്ന ബലിസ്റ്റിക് മിസൈൽസിനെ തടുക്കുക എന്ന് മാത്രമല്ല, ആ മിസൈൽസും റോക്കറ്റ്സും ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചേഴ്സ് ടാർഗറ്റ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലെ കണക്കനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനുള്ള ഏക സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഷാഹിദ് സീരീസിലുള്ള ഡ്രോണുകളും അതോടൊപ്പം തന്നെ ബലിസ്റ്റിക് മിസൈൽസുമാണ്. ബലിസ്റ്റിക് മിസൈൽസിന്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 2000 കുറഞ്ഞിട്ടുണ്ട്. ആ 2000 ബലിസ്റ്റിക് മിസൈൽസ് ടാർഗറ്റ് ചെയ്യുന്നത് 100-150 വരുന്ന മിസൈൽ ലോഞ്ചേഴ്സ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വെടിയുണ്ടയുണ്ട്, വെടിവെക്കാൻ തോക്കില്ല എന്ന സാഹചര്യത്തിലായി പോകും ഇറാൻ. അതാണ് ഒരു വശം. മറുവശത്ത് സുപ്രീം ലീഡർ പോയപ്പോ മാറ്റമൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വെനിസ്വേലയിലെ പോലെ ഇവിടെ നടക്കുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് പലപ്പോഴും. വെനിസ്വേലയിലെ പോലെ ഇവിടെ നടന്നില്ല എന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ഇസ്രായേലിന്റെ സ്ട്രാറ്റജി മിക്കവാറും എന്തായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഹമാസിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ടോപ്പ് ലീഡറിനെ വധിച്ചു, അപ്പൊ തന്നെ അവർ ഇമീഡിയറ്റ് റിപ്ലേസ്മെന്റിനെ കണ്ടെത്തി. ആരാണ് അടുത്ത ലീഡറായിട്ട് കൂടെ ഒരുക്കാൻ പോകുന്നത് അവർ പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ എന്ത് ചെയ്തു? ഓരോരുത്തരെയായിട്ട് ആദ്യം സാലെ അരൂരിയെ വധിച്ചു, അതിനുശേഷം നമ്മുടെ യാഹിയ സിൻവറിനെ വധിച്ചു, മുഹമ്മദ് സിൻവറിനെ വധിച്ചു, അതേപോലെ മുഹമ്മദ് സയ്യിദിനെ വധിച്ചു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ക്രോണോളജിക്കലി 1 by 1 അവർ ടേക്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും ഹമാസിനുള്ളിൽ ഒരു ഭീതി വന്നു. ആരാണ് ലീഡർഷിപ്പിലോട്ട് മുന്നോട്ട് വരിക എന്ന് പോലും സംശയത്തിലായി. അങ്ങനെ രണ്ട് സ്ട്രാറ്റജിയിലൂടെ ഇറാനെ ഒതുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ റെജീം ചേഞ്ച് എപ്പോഴും പോസിബിൾ ആവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ചരിത്രപരമായിട്ട് അമേരിക്കയ്ക്ക് റെജീം ചേഞ്ച് പോസിബിൾ ആക്കാൻ പറ്റിയിട്ടുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാഖ് ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ലിബിയ ആയിക്കോട്ടെ, ഈയിടെ വെനിസ്വേലയും ആയിക്കോട്ടെ, ഇവിടെയൊക്കെ മിക്കവാറും അമേരിക്കൻ സൈനികർ കളത്തിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. വരാത്ത ഒരേ ഒരു സാഹചര്യം ലിബിയയാണ്. കാരണം ലിബിയയിൽ അമേരിക്കയ്ക്ക് വേണ്ടി പോരാടാൻ അവിടെ തന്നെയുള്ള റിബൽസ് ഉണ്ടായിരുന്നു. അവർ അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പുറത്തു നിന്ന് അമേരിക്ക യുദ്ധം ചെയ്തപ്പോഴത്തേക്ക് 28ഓളം വരുന്ന നേറ്റോ രാജ്യങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇറാൻ ഒരു വലിയ രാജ്യമാണ്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. രണ്ട്, ഇൻഫിൽട്രേറ്റ് ചെയ്യാതെ ചെയ്യണമെങ്കിൽ ഒരു ഒപ്പോസിഷൻ വേണം. ഒപ്പോസിഷൻ ഇപ്പൊ ബംഗ്ലാദേശ്, നേപ്പാൾ അല്ലെങ്കിൽ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അട്ടിമറി നടന്നപ്പം, അതായത് ഗവൺമെന്റിനെ അട്ടിമറിച്ചപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു. ഇറാനിൽ അതില്ല. അപ്പൊ അമേരിക്ക എന്താണ് കണ്ടുവച്ചിരിക്കുന്നത്? നമുക്കൊന്നും അറിയാത്തൊരു സീക്രട്ട് ഒപ്പോസിഷൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അറിയാമോ എന്നൊരു ചോദ്യമാണ് അതിൻ്റെ അത് ബാക്കി. അല്ലാത്ത പക്ഷമോ, ഒരു ഒപ്പോസിഷൻ അല്ലാത്ത പക്ഷമോ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങാത്ത പക്ഷമോ എങ്ങനെയാണ് റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ശരി, ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, വെനസ്വേലയിൽ അവിടെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തേക്ക് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ തുടങ്ങി മണിക്കൂറുകൾക്കകം ഖമനയുടെ വധം നടന്നിരിക്കുന്നു. ഖമനയി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു വിശുദ്ധ റമദാൻ മാസത്തിൽ ഇത്രയും വലിയൊരു കടന്നുകയറ്റം ഒരുപക്ഷെ ഇറാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഈ IRGC നമുക്കറിയാം, അവർ പേര് കേട്ട മിലിറ്ററി ഏജൻസിയാണ്. വലിയ രീതിയിൽ കാര്യങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗവും അത് മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഏജൻസിയാണല്ലോ. പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണമോ കരുതാൻ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഖമനയി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി? നമ്മൾ ഈ യുദ്ധത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കഴിവുകൾ ശരിക്കും ലോകം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഡിസംബർ മാസം 28-ാം തീയതിയാണ്
ഈ ഇറാനിൽ അവിടുത്തെ വ്യാപാരികൾ ഈ ഇറാന്റെ ഭരണത്തിനെതിരായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾക്കെതിരായിട്ടൊക്കെ പിന്നെ സമരരംഗത്ത് വരുന്നുണ്ട്. 28-ാം തീയതി വന്ന് 29-ാം തീയതി ആയപ്പോൾ ഉണ്ടായ ഒരു സംഭവവികാസം എന്താണെന്നറിയാമോ? 29-ാം തീയതി മൊസാദ് പേർഷ്യൻ ഭാഷയിൽ അവരുടെ എക്സിലൂടെ ഒരു 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 മെസ്സേജ് കൊടുത്തു. എന്താ മെസ്സേജ്? മെസ്സേജ് എന്ന് പറയുന്നത് സമരം നടത്തുന്ന ആൾക്കാർക്കുള്ളതാണ്. മെസ്സേജ് പറയുന്നത് നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടണ്ട, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്നത് കേവലമായ വാക്കുകളിലൂടെ ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളോടൊപ്പം ഗ്രൗണ്ടിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇറാനിൽ ടെഹ്റാനിൽ ഈ സമരം നടത്തുന്ന പ്രദേശത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ധൈര്യം കാണിച്ചു മെസാദ് എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഈ നടക്കുന്ന സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ സമരങ്ങളിലെല്ലാം അവരെ പിന്തുണച്ചുകൊണ്ട് പോലും മൊസാദ് ഇറാനിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇസ്രായേലും അല്ലെങ്കിൽ അമേരിക്കയും പിന്തുടരുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, വാർ ബൈ ഡീക്യാപിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ശത്രുവായി കാണുന്ന ഭരണകൂടത്തിന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കൊന്നുകൊണ്ടുള്ള രാഷ്ട്രീയം, കൊന്നുകൊണ്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ അപകടകരമായ ഒരു പ്രവണതയുമാണ്. നമുക്കറിയാം നമുക്ക് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോട് ശത്രുതയുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ കൊല്ലുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ലോകം പോയാൽ എന്തായി തീരും? ഇപ്പൊ ട്രംപ് പുട്ടിനെ പിന്നെ കൊന്നുകൊണ്ട് രാഷ്ട്രീയം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതൊരു വളരെ അപകടകരമായ ഒരു പ്രവണതയുണ്ട്. അത് അമേരിക്കയും ഇസ്രായേലുമാണ് ആ കലയിൽ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാം. അത് പോട്ടെ, അത് ഞാൻ അത് കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്രായേല് പിന്നെ ഈ ഖമനയി എന്ന് പറയുന്ന ആ ഭരണകൂടത്തിന്റെ നേതാവ് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരിക, എന്നൊക്കെയാണ് ഓഫീസിൽ വരിക, എപ്പോഴാണ് ഉണ്ടാവുക, ആരൊക്കെ അപ്പോഴും ഉണ്ടാകും, എവിടേക്കാണ് ഇവരുടെ പ്രധാനപ്പെട്ട പിന്നെ പ്രസിഡന്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി ഇരിക്കുന്നത്, ഇതിനെ സംബന്ധിച്ചൊന്നും ആരും ഇസ്രായേലിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇസ്രായേലിന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ പിന്നെ നിർമ്മൽ പറഞ്ഞതുപോലെ എത്രയോ ആളുകളെ അവർ നേരത്തെ കൊന്നു, വളരെ പ്രിസിഷൻ അറ്റാക്കിലൂടെയാണ് കൊന്നത് ഇതൊന്നും അതായത് ഇനിയൊരു പിന്നെ ഒരു പരമാധികാരി ഉണ്ട്, പരമോന്നത നേതാവ് ഇറാനിൽ ഉണ്ടായാൽ അദ്ദേഹത്തെ വധിക്കുന്നതും ഇസ്രായേലിനെ സംബന്ധിച്ചൊരു പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രത്തോളം സാങ്കേതിക പരിജ്ഞാനവും അത്രത്തോളം അവരുടെ ആസറ്റ്സും അതായത് രഹസ്യാന്വേഷണ വിഭാഗവും വളരെ ശക്തമായി ഇറാനിൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ നേരത്തെ വധിച്ചതുപോലെ ഇനിയും ആളുകളെ വധിക്കുന്നതിന് ഒരു പ്രശ്നവും അവർക്കില്ല. പിന്നെ നമ്മൾ ഈ IRGC എന്നൊക്കെ പറയുന്നത് അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിലല്ല അവരുടെ പ്രവർത്തനം. അവർ പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സൈനിക വിഭാഗമാണ്. ആ സൈനിക വിഭാഗത്തിന്റെ കീഴിലാണ് ഈ പറഞ്ഞ തരത്തിലുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളുടെ കാര്യങ്ങൾ, അവരുടെ കീഴിലുള്ള ഖുദ്സ് വിഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് വാസ്തവത്തിൽ ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത്. എന്നാൽ ഈ ഭരണകൂടത്തെ അതായത് ഇപ്പൊ നമുക്കറിയാമല്ലോ, അമേരിക്കയും ഇസ്രായേലും ഇത്തവണ പിന്നെ ലക്ഷ്യമിട്ടത് എന്താണ്? അവർ പറഞ്ഞത് ഈ ആണവ പദ്ധതിയാണ് എങ്കിലും വാസ്തവത്തിൽ അവരുടെ ലക്ഷ്യം ഈ ഭരണകൂട മാറ്റം മാത്രമാണ്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ 28-ാം തീയതിയിലെ സംഭവത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സന്ദേശം മൊസാദ് കൊടുത്തതിനു ശേഷം ജനുവരി മാസം ട്രംപ് എന്താ പറഞ്ഞത്? ഈ സമരക്കാരിങ്ങനെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ശക്തമായിട്ട് പോകൂ, നിങ്ങൾ സ്ഥാപനങ്ങൾ കയ്യിലെടുക്കുന്ന, സ്ഥാപനങ്ങൾ പിടിച്ചടക്കുന്ന ട്രംപ് പറഞ്ഞത്. അതായത് ഒരു രാഷ്ട്രത്തിൽ അവിടുത്തെ പ്രതിഷേധം നടത്തുന്ന സമരം നടത്തുന്ന ആളുകളോട് വേറൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പറയാണ്, നിങ്ങൾ സ്ഥാപനങ്ങൾ കൈയടക്കൂ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു പിന്നെ ആക്രമണമോ അല്ലെങ്കിൽ നടപടിയോ പിന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞാൻ അവർക്കെതിരെ പിന്നെ നടപടിയെടുക്കുമെന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമെന്നോ ഇന്റർനാഷണൽ പിന്നെ കൺവെൻഷൻ എന്നോ എഗ്രിമെന്റ്സ് എന്നോ സോവറിറ്റി എന്നോ പറയുന്ന കൺസെപ്റ്റിനോടൊന്നും ഈ ട്രംപിന് ഒരു വിലയുമില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ഈ പിന്നെ ആണവ പിന്നെ സമാധാന കരാറിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞതൊരു പുകമറയാവുകയും ഭരണകൂട മാറ്റം മാത്രമായിരുന്നു, റഷ്യൻ ചേഞ്ച് മാത്രമായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു നമുക്ക് ഈ പറഞ്ഞ ഈ നടപടികളിലൂടെ. തീർച്ചയായും. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഞാൻ അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.
ലോകം അങ്ങേയറ്റം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ സൈനിക നീക്കങ്ങളും ഇറാന്റെ തിരിച്ചടിയും കൂടിയായപ്പോൾ ലോകം ഇതുവരെ കാണാത്തത്ര ഭീകരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ നീക്കം ഇറാന്റെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനെ ലക്ഷ്യമാക്കി നടത്തിയ ഈ സൈനിക നീക്കത്തിന് ലയൺസ് റോർ അഥവാ സിംഹത്തിന്റെ ഗർജനം എന്നാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്ന പേര്. മുൻപ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഇസ്രയേൽ പ്രതിരോധ സേന നൽകിയിരുന്ന പേരുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രി നെതന്യാഹു നേരിട്ടാണ് ഈ പേര് തെരഞ്ഞെടുത്തത് എന്നത് തന്നെ ഇതിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. അതേസമയം ഈ സംയുക്ത സൈനിക നീക്കത്തെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് പെന്റഗൺ വിശേഷിപ്പിച്ചത്. ഇറാന്റെ നാവികസേനയെയും മിസൈൽ നിർമ്മാണശാലകളെയും പാടെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുദ്ധവിമാനങ്ങൾ ടെഹ്റാൻ ലക്ഷ്യമാക്കി പറന്നത്. ഇറാന്റെ സൈനിക ശേഷിയെ മുച്ചൂടും നശിപ്പിക്കുമെന്നും മിസൈൽ വ്യവസായം വീണ്ടും അതിഥിയിലേക്കാണ് ശ്രീ രഘുനാഥ് നായർ. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് നിർമ്മലിലേക്ക് ഒരിക്കൽ കൂടി. നിർമ്മൽ, ട്രംപിന്റെ ഇന്നലത്തെ മെസ്സേജ് അവസാനിക്കുന്നത് ദ ഹെവി ആൻഡ് പിൻ പോയിന്റ് ബോംബിംഗ് ആണ് നടന്നത് എന്ന് പറഞ്ഞ ട്രംപ് however will continue uninterrupted throughout the week or as long as necessary to achieve our objective of peace throughout the Middle East and indeed the world എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം എന്താണ് എന്നത് നേരത്തെ മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. റെജിം ചേഞ്ച് മാത്രം ആണോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്രംപിന്റെ ലക്ഷ്യം എന്നത് റെജിം ചേഞ്ച് ആണ് എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. പക്ഷേ അവിടെയും നിർത്തുന്നില്ല. ഇപ്പോൾ ഖമനയുടെ മരണം, അതിനുശേഷം ഇപ്പോൾ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ആകെയുള്ള പീസ് എന്നാണ്, ലോകത്തിലാകെയുള്ള സമാധാനം എന്നതുവരെ ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ എവിടെ ഇത് നിൽക്കുമെന്നൊരു വലിയ ചോദ്യം ഉയരുന്നില്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ട്രംപ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഇറാനാണ് മിഡിൽ ഈസ്റ്റിലെ സമാധാനം കളയുന്നത് എന്ന് ട്രംപും നെതന്യാഹുവും ഒരേ സ്വരത്തിൽ പണ്ട് മുതലേ പറയുന്നതാണ്. അതിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ പറയുന്ന പലസ്തീനിലെ പ്രശ്നങ്ങൾക്ക് ശരിയാണ് ഇസ്രായേലാണ് തുടങ്ങി വെക്കുന്നത്, പക്ഷെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്ക് $150 മില്യൺ ഒരു വർഷം ഇറാൻ കൊടുക്കുന്നു. ഹൂത്തികൾക്ക് $100 മില്യൺ ഒരു വർഷം കൊടുക്കുന്നു. ഹെസ്ബുള്ളക്ക് $700 മില്യൺ ഒരു വർഷം കൊടുക്കുന്നു. ഇറാഖിലും സിറിയയിലും പല മിലീഷ്യാസിനെയും ഫണ്ട് ചെയ്യുന്നു. ഈയിടെ നടന്ന സുഡാനിലെ സിവിൽ വാർ പോലും കയറി ഇടപെടുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞത് മാത്രമല്ല, പണ്ടാണെങ്കിൽ സുന്നി ഷിയ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ മുഴുവൻ മിഡിൽ ഈസ്റ്റിലും ശല്യക്കാരായി എല്ലാവർക്കും ദ്രോഹം മാത്രം ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് ട്രംപ് ഇറാനെ ചിത്രീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഇറാന്റെ റെജീം മാറുമ്പോൾ, ഭരണകൂടം മാറുമ്പോഴത്തേക്കും നാച്ചുറലി ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായി. ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ നാളെ ട്രംപ് പറഞ്ഞാൽ അനുസരിക്കുന്ന, ട്രംപ് പറയുന്ന പോലെ ചെയ്യുന്ന ഒരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നെഗോഷിയേഷന്റെ ആവശ്യം വരുന്നില്ല. അദ്ദേഹത്തിന്റെ ആവശ്യം അനുസരിച്ച് ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന് തടസ്സമിടാം, അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം അവസാനിപ്പിക്കാം. അതേപോലെ തന്നെ ഹൂത്തികൾക്കും ഹമാസിനും ഹെസ്ബുള്ളയ്ക്കും അതുപോലുള്ള പ്രോക്സീസിനുള്ള സപ്പോർട്ട് അവസാനിപ്പിക്കാം. അതാവണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇറാൻ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇന്നലെ വരെ ഒരു ദിവസം സ്കൂളിലെ ആക്രമണത്തിന് ശേഷം പെട്ടെന്ന് സെന്റിമെന്റ് മാറിയിരുന്നു. പതിവിന് വിപരീതമായിട്ട് ഇന്ത്യ പോലും കുറച്ച് ന്യൂട്രൽ ആണെങ്കിലും ഒരല്പം കടുപ്പിച്ച ഭാഷയിൽ ഇന്ത്യ പോലും പറഞ്ഞു, അതായത് ഇത് അപലപനീയമാണ്, ഇങ്ങനെ നടക്കാൻ പാടില്ല, സോവർണിറ്റിയെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ ഇന്ത്യ പോലും പറഞ്ഞു. ഫ്രാൻസ്, ജർമ്മനി, പല രാജ്യങ്ങളും മുന്നോട്ട് വന്നു. ഇന്നത് നേരെ തിരിഞ്ഞു വീണ്ടും. ഇറാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് കാളം പൂളം കണ്ണും അടച്ച് വെടിവെക്കുന്ന ഒരു അപ്രോച്ചിലോട്ട് പോയി. അവിടെയുള്ള പ്രശ്നം, ഇങ്ങനൊരു അപ്രോച്ച് ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സമ്മർദ്ദം കൊണ്ടുവരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം 100 പേര് സ്കൂളിന്റെ ആക്രമണത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ് ഇസ്രായേൽ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ലാന്ന്. പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് അമേരിക്കയോ ഇസ്രായേലോ നിർത്തുമെന്ന് എന്തിന് ഇറാൻ ചിന്തിക്കുന്നു? കാരണം കഴിഞ്ഞ 2.5 വർഷമായിട്ട് പലസ്തീനിൽ നടന്ന യുദ്ധത്തിൽ 70,000 ആളുകൾ മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. 1,70,000 ആളുകൾക്ക് പരിക്ക് പറ്റിയത് കണ്ടാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നത് കണ്ടാണ്. പക്ഷെ അവിടെ ഒന്നും സമ്മർദ്ദം തോന്നാത്ത ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇപ്പോൾ സമ്മർദ്ദം തോന്നാത്ത യാതൊരു ആവശ്യവുമില്ല. അവരിറങ്ങി തിരിച്ചു. ഇനിയിപ്പോ ഇലക്ഷന് മുന്നേ കിട്ടുന്ന ഏക അവസരമാണ്. സുപ്രീം ലീഡറിനെ വധിച്ചു. അപ്പൊ ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം എന്ന മട്ടിൽ തന്നെ ആയിരിക്കും
അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുക. ഇവിടെ നിർമ്മൽ, താങ്കൾ സൂചിപ്പിച്ചു ഈ GCC രാഷ്ട്രങ്ങൾക്ക് മേൽ ഇറാൻ നടത്തുന്ന ആക്രമണം വലിയ എതിർവികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഒഴിവാക്കിയ ഒമാനിലെ ലക്ഷ്യമിട്ട് ഇന്ന് 2 ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യം വന്നു. GCC രാഷ്ട്രങ്ങൾ യോഗം ചേർന്ന് ഇതിനെ ശക്തമായി അപലപിക്കുന്ന സാഹചര്യം വന്നു. മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ നിലയിൽ ഇറാന് എത്ര മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. എല്ലാവരെയും പിണക്കി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. ഇന്ന് ഈ ആക്രമണങ്ങളെ അപലപിച്ച് റഷ്യ മാത്രമാണ് രംഗത്ത് വരുന്നതെന്ന് നമുക്ക് കാണാം. ചൈന ഉണ്ട്, പക്ഷേ എത്രമാത്രം ശക്തമായ ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയില്ല. കാരണം ഈ കടലിടുക്ക് അടച്ചതുൾപ്പെടെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നടപടികൾ ഏറ്റവും അധികം ബാധിക്കുന്ന രാഷ്ട്രങ്ങളിലൊന്ന് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്കും എത്രമാത്രം ആ വിഷയത്തിൽ അവർക്ക് ഒപ്പം നിൽക്കാൻ കഴിയുമെന്ന വലിയ ആശങ്കയുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇറാൻ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും? ആത്മാർത്ഥമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ആകെപ്പാടെ അവരുടെ ഒരു പ്രതീക്ഷ ഈ സമ്മർദ്ദം ചെലുത്തി ഒരുപക്ഷെ ഒരു ടെമ്പററി സീസ് ഫയറോട്ട് വന്നൊരു കോൺവെർസേഷനിലേക്ക് എത്തിക്കാമെന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നാൽ, ഒരു നെഗോഷിയേഷൻ നടന്നാൽ, ഇനി അമേരിക്കയും ഇസ്രായേലും പറയുന്ന കേട്ട് അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും സമ്മതിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, എത്ര മുന്നോട്ട് പോകുന്നോ അത്രയും ഇറാനെ സഹായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാളം മൂളം വെടിവെക്കുന്ന ഒരു അപ്രോച്ചിലേക്ക് പോയ സ്ഥിതിക്ക് ഒറ്റപ്പെട്ടു പൂർണ്ണമായിട്ടും. ഇനി നേരത്തെയും ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആരും ഇപ്പം ഈ പറയുന്ന റഷ്യയോ ചൈനയോ ടർക്കിയോ ഒന്നും മിലിറ്ററിലി ഒരിക്കലും ഇൻവോൾവ് ആകില്ല. ഒരു രാജ്യവും ലോകത്ത് അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുത്തിരിക്കുന്ന യുദ്ധത്തിന് പകരം നിൽക്കാനായിട്ട് ഇറാന്റെ ഒപ്പം നിൽക്കില്ല എന്നുള്ളത് 100% തീർച്ചയാണ്. അവരാകെ ചെയ്യുന്നത് ഇതിനെ അപലപിക്കുന്നു, സോവറിനിറ്റിയെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഇന്ത്യ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളും പറയും എന്നല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇതിൻ്റെ അകത്ത് രാജ്യങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ ഒരല്പം വെറുക്കപ്പെട്ടുകൂടെ നിൽക്കുന്നു എന്നുള്ളൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിലാണ് ഇറാൻ. തീർച്ചയായും. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ കറാച്ചിയിൽ കുടുങ്ങിയ മലയാളികളുടെ ഒരു ശബ്ദ സംഭാഷണമാണ് ലഭിച്ചിട്ടുള്ളത്. കറാച്ചിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നത് നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ എംബസിക്ക് നേരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അരങ്ങേറിയത്. അവിടെ സാഹചര്യങ്ങൾ കലുഷിതമാണ് എന്ന വിവരമാണ് വരുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ ശബ്ദമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിലേക്ക്. ഹായ് സർ, ഞങ്ങൾ ഇവിടെ 8 ഇന്ത്യൻ നാഷണൽസ് ആണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇന്നലെ ഫ്രം ബാക്കു അസർബൈജാൻ ടു കുവൈറ്റ് വയ ഷാർജ ആയിരുന്നു ഷെഡ്യൂൾഡ്. അപ്പം ഇപ്പോൾ ഓൺഗോയിങ് വാർലൈക്ക് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് മിഡ് വേ അവർ പാകിസ്ഥാൻ കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഷിഫ്റ്റ് ചെയ്തേക്ക്. അവിടെയാണ് നമ്മളെ ലാൻഡ് ചെയ്യിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് മുതൽ ഞങ്ങളിവിടെ സ്ട്രാൻഡഡ് ആണ് കറാച്ചി എയർപോർട്ടിൽ. അവർ എയർപോർട്ട് അതോറിറ്റീസ് നമ്മളെ നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ നീദർ ദ എയർലൈൻസ് അവർ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കുന്നില്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ സിൻസ് ദിസ് ഈസ് നോട്ട് എ ടെക്നിക്കൽ പ്രോബ്ലം ഓഫ് ദി എയർലൈൻസ്, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓൺ യുവർ ഓൺ എക്സ്പെൻസ് ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പറഞ്ഞത്. പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ അവർ ഇന്ത്യൻ നാഷണൽസിനെയും വേറെ നാഷണാലിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്തു. ഞങ്ങളുടെ പാസ്പോർട്ട്സ് ഇപ്പം അവരുടെ കയ്യിലാണ്. അപ്പം അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ അവർ നമ്മൾ പാസ്പോർട്ട്സ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞേക്കണേ. ചില പാസഞ്ചേഴ്സ് വർ ഫ്രോം അസർബൈജാൻ ഉള്ളി, അവിടുത്തെ നാഷണാലിറ്റീസ്. സം അതർ വർ US നാഷണാലിറ്റീസ്. അവരുടെ എക്സ്പെൻസ് ആയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. വി ട്രൈഡ് ആസ്കിങ് ഹെൽപ്പ് ഫ്രം ഹൈ കമ്മീഷൻ. അപ്പം നമുക്കൊന്ന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ല ഇതുവരെ. ആൻഡ് വി ആർ നൗ ട്രൈങ് ടു ഫിഗർ ഔട്ട് however to exit from Karachi International Airport. കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. ആ ഒരു മലയാളിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. എങ്ങനെ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുമെന്ന ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ലോകമാകമാനം തന്നെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് കറാച്ചിയിൽ ഇറാൻ അനുകൂല പ്രതിഷേധമുണ്ടാകുന്നത്. അത് അമേരിക്കൻ എംബസിക്ക് എതിരെയായിരുന്നു അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അരങ്ങേറിയത്. ഇറാൻ അനുകൂലികളുടെ പ്രതിഷേധത്തിനിടെ വലിയ വെടി
വെടിവയ്പ് ഉണ്ടായി. 9 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വന്നിരുന്നത്. വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ അവിടെ രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അവിടെ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം വരുന്നത്. വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. അവർ വലിയ ആശങ്കയിലാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പാകിസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഷിയ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ അവരുടെ പരമോന്നത നേതാവിൻ്റെ മരണം, ആത്മീയ നേതാവിൻ്റെ മരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാഖിൽ സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. കശ്മീരിൽ ഉൾപ്പെടെ അത്തരം പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. വിശുദ്ധ റമദാനിലെ തിരിച്ചടിയിൽ ഇറാന്റെ എല്ലാവിധത്തിലുള്ള സന്നാഹവും തകരുന്നതാണോ നമ്മൾ കാണുന്നത്? ഇറാന്റെ പ്രതീക്ഷകൾക്കും മേലെയായിരുന്നോ ഇസ്രയേൽ US ആക്രമണം? ഖമനയുടെ വധം ഇറാന്റെ സമ്പൂർണ്ണ തകർച്ചയുടെ തുടക്കമോ? GCC രാഷ്ട്രങ്ങൾ കൈവിട്ടതോടെ മേഖലയിൽ ഇറാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ രഘുനാഥ് നായർ കൂടി ചേരുകയാണ്. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേൽ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് നടത്തിയ ഓപ്പറേഷനാണ്. ഇറാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ശക്തമായ തിരിച്ചടി നൽകാൻ കഴിയുമെന്ന അവകാശവാദമാണ് ഇറാൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു മാസമായി നമുക്ക് വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടൽ കാണാമായിരുന്നു. അവിടെ 4 പതിറ്റാണ്ടായി നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തത് ഇനി നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ശക്തമായ മറുപടി നൽകും എന്നതായിരുന്നു ഖമനേയി ആവർത്തിച്ച് ഓരോ തവണയും നൽകിക്കൊണ്ടിരുന്ന സന്ദേശം. പക്ഷേ ആദ്യ ദിവസം തന്നെ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് വരുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഈ യുദ്ധത്തിൽ എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിനുശേഷവും തുടരുന്ന ഈ ഓപ്പറേഷൻ അത് എന്ത് ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് താങ്കൾ കരുതുന്നു? അപർണ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാൻ തീർച്ചയായിട്ടും കീഴടങ്ങാൻ ഉടനെ ഒന്നും സാധ്യതയൊന്നുമില്ല. കാരണം അവരുടെ അവനാഴിയിലുള്ള ആയുധങ്ങൾ തീരുന്നവരെ അവർ തിരിച്ചടിക്കും. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പോ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ അടുത്ത ആളെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അയാളെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ആള് വരും. ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇതിനകത്ത് ആവശ്യങ്ങൾ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും കാണുന്നതും റെജീം ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. റെജീം ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാതലായ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഒരു ജനാധിപത്യ രാഷ്ട്രവും ഒരു ഏകാധിപത്യ രാഷ്ട്രവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അതായത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഭരണത്തലവൻ കൊല്ലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ എന്തെങ്കിലും കാരണവശാലെ ഭരണത്തിലില്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആയിരിക്കുന്ന ആളുകളെല്ലാം കൂടെ പുതിയ ഒരാളെ തിരഞ്ഞെടുക്കും. അപ്പൊ ആ സിസ്റ്റം അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം വലിയൊരു ജനാധിപത്യ രാഷ്ട്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു കൂട്ടം ആളുകളായിരിക്കും ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വലിയൊരു സംഖ്യയുണ്ട്. അപ്പോൾ അവിടെ പോസിബിലിറ്റീസ് കുറച്ചും കൂടെ വൈഡാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ കയ്യിലോ ആയതുകൊണ്ട് 1 by 1 ആ എൻറ്റയർ ഗ്രൂപ്പിനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെജീം ചേഞ്ച് അവിടെ സാധ്യമാകും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ കംപ്ലീറ്റ് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ആളുകളെ മുഴുവനായിട്ട് കൊല്ലാനായിട്ട് തന്നെയായിരിക്കും. അപ്പൊ അവർ സൈന്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ മുഴുവനും നിശേഷമായിട്ട് അവസാനിപ്പിച്ചിട്ട് പുതിയ ഒരു പക്ഷേ ഷാ ഭരണകൂടത്തിനെ തിരിച്ചു കൊണ്ടുവരാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പപ്പറ്റായിട്ടുള്ള ഒരു സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരാനോ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ അന്തിമമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ ഭരണാധികാരികളുടെ മരണമാണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥിതിക്ക് അവര് രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചോ രാജ്യത്തിന്റെ ഭാവിയിലെ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനെ കുറിച്ചോ അല്ലെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിനെ കുറിച്ചൊന്നും ആലോചിക്കത്തില്ല. സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് കാണുമ്പോൾ സകല റിസോഴ്സും ഉപയോഗിച്ചിട്ട് മുങ്ങിച്ചാകാൻ പോകുന്നവൻ വൈക്കോൽ തുരുമ്പിൽ പിടിക്കുമെന്ന് പറഞ്ഞ് ഒരു തിയറി വെച്ചിട്ട് ഇവർ സകലമാന റിസോഴ്സസും അവസാനിപ്പിക്കും. ഇറാന്റെ കയ്യിൽ ഏകദേശം ഒരു 10,000 മിസൈലെങ്കിലും ഏകദേശം സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അറ്റാക്ക് നടക്കുമ്പോൾ തന്നെ 3000-ലധികം മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അറ്റാക്ക് ആസന്നമായ സ്ഥിതിക്ക് അവർ അതുപോലെ തന്നെ ആയുധങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ട്. കൂടാതെ ചൈനയിൽ നിന്നും ധാരാളമായിട്ടുള്ള ആയുധങ്ങളുടെ സപ്ലൈ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ചൈനീസ് ഈ കാർഗോ വിമാനങ്ങൾ ധാരാളമായിട്ട് ഇറാനിൽ വന്നു പോയതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ ഇതുപോലെ ഇതിനു മുമ്പായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ തീർച്ചയായിട്ടും ഉടനെ ഒന്നും കീഴടങ്ങാനുള്ള സാധ്യതയില്ല.
പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉദ്ദേശം ഇറാനിനെ ഈ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഉദ്ദേശം രണ്ടും രണ്ടാണ്. ഇവിടെ നമ്മൾ ഇസ്രായേലിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം ആയതിനു ശേഷം 48 മുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. അവർക്ക് കോൺഫ്ലിക്റ്റ് ആണ് എന്നും ഉള്ളത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട്. ഇപ്പൊ ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ചോക്ക് ചെയ്യുന്നത് പോലെയാണ് ഇറാൻ ഇസ്രായേലിനെ ചോക്ക് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ നേരിട്ട് ഒരു ആക്രമണത്തിന് വരാതെ അവർ തീവ്രവാദി ആക്രമണം കൊണ്ട് സ്ഥിരമായിട്ട് ഇന്ത്യയെ പൊറുതിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ചെയ്യുന്നത് 10-20 പ്രോക്സികളെ അവർ വളർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് കുറെ പ്രോക്സികളെ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെ സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു യുദ്ധമല്ല, ഇസ്രായേലിന് ഇതൊരു യുദ്ധമാണെന്ന് പറയാനായിട്ട് കഴിയില്ല. അതൊരു തീവ്രവാദി ആക്രമണം എന്ന് പറയുമ്പോൾ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ്, അതിനെ കുറച്ചും കൂടെ ലഘൂകരിച്ചാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ ഈ ഒരു ശല്യം എന്നേക്കായിട്ടും അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോക്സികളെ പോറ്റി വളർത്തുന്ന ഇറാനെ നിശേഷം അവസാനിപ്പിക്കണം. അപ്പൊ ഇവിടെ ഒരു റെജീം ചേഞ്ച് കൊണ്ട് കാര്യം നടക്കുമെന്ന് പറയുന്നതിന്റെ കാരണം ഷാ ഭരണകൂടം ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഇവര് അമേരിക്കയുടെ ചേരിയിലായിരുന്നു. അന്ന് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇറാന്റെ എയർഫോഴ്സിലുള്ളത് റഷ്യയുടെ MiG-29 വിമാനങ്ങൾ പിന്നീട് വന്നതാണ്. അതിന് മുമ്പേ ഇപ്പോഴും അവരുടെ കയ്യിലുള്ളത് അമേരിക്കയുടെ F-14 വിമാനങ്ങളാണ്. ഈ F-14 വിമാനങ്ങൾ അമേരിക്കയുമായിട്ട് സഖ്യകക്ഷിയായിരുന്ന കാലത്ത് അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പഴയ വിമാനങ്ങളാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇറാനിൽ ഒരു ആണവ നിലയം സ്ഥാപിച്ചു കൊടുത്തത്, ഒരു 5 മെഗാവാട്ടിന്റെ ആണവ നിലയം സ്ഥാപിച്ചു കൊടുത്ത അമേരിക്കയാണ്. അന്നൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പൊ പഴയ ഷാ ഭരണകൂടം തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇത് ഒരു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട്, കാരണം അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അപ്പൊ ഇറാനെ ഒതുക്കി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ സകല പ്രശ്നങ്ങളും തീരും. കാരണം ഇപ്പൊ ഈജിപ്തുമായിട്ട് അവര് പറഞ്ഞ രമ്യതയിലായിട്ടുണ്ട്, മറ്റുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഒന്നുമായിട്ടും ഇസ്രായേലിൽ ഇപ്പൊ പ്രശ്നമില്ല. അപ്പം ഇറാനെ മാത്രം ഒതുക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ഒന്ന്. ഇനി അമേരിക്കയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊക്കെ അപ്പുറത്തേക്കാണ്. അമേരിക്കയ്ക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്. അതില് സമയം തരികയാണെങ്കിൽ ഞാനത് കുറച്ച് കാര്യമായിട്ട് പറഞ്ഞുതരാം. കാരണം ഇതൊന്നും ആരും ഏറ്റെടുത്ത് കണ്ടില്ല. ഒന്നാമത്തെ കാര്യം, അടുത്ത നവംബറിൽ അമേരിക്കയിൽ ഒരു 4 സീറ്റിന് വേണ്ടിയിട്ട് ഇലക്ഷൻ വരുന്നുണ്ട്. ആ 4 സീറ്റിന്റെ ഇലക്ഷനിൽ പ്രതിപക്ഷ പാർട്ടികളാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ട്രംപിന് അവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ്. ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള സാധ്യത വരെയുണ്ട്. അപ്പൊ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മക എന്ന് പറഞ്ഞിട്ട് ഭരണത്തിലേറിയ ട്രംപിന് ഇതുവരെ അമേരിക്കൻ സമൂഹത്തോട് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു അച്ചീവ്മെന്റ് ഇല്ല. ട്രംപ് ചെയ്തിട്ടുള്ള സകല പരിപാടികളും പൊളിഞ്ഞു. താരിഫിന്റെ കാര്യത്തിലാണെങ്കിലും പൊളിഞ്ഞു. സകലമാന പരിപാടികൾ ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ട്രംപ് വെനിസ്വേലയിൽ ഒരു ആക്രമണം നടത്തുന്നത്. കാരണം പറഞ്ഞ എന്താണ്? വെനിസ്വേല അമേരിക്കയിലേക്ക് ഡ്രഗ്സ് കയറ്റി അയക്കുന്നു. അപ്പൊ അമേരിക്കൻ ജനങ്ങളെ ഡ്രഗിന് അടിമകളാക്കുന്നു. അമേരിക്കൻ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വെനിസ്വേലൻ പ്രസിഡന്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ശരി, വെനിസ്വേലൻ പ്രസിഡന്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. അതിനുശേഷം വെനിസ്വേല ഡ്രഗ് എന്നുള്ള ഒരു വാക്ക് ട്രംപിന്റെ വായിൽ നിന്ന് ഇതുവരെ വീണിട്ടില്ല. അപ്പൊ വിഷയം അതല്ലായിരുന്നു. വെനിസ്വേലയുടെ ഓയിൽ. ഈ ഓയിലിന്റെ പുറത്ത് പോകുമ്പോൾ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വെനിസ്വേല ഓയിൽ റിച്ച് ആണ്. അപ്പൊ അത് മുഴുവൻ അമേരിക്കയ്ക്ക് എടുക്കാം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനിസ്വേലൻ ഓയിൽ, ഓരോ മേഖലയിലും ഓയിൽ ഓരോരോ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇതിനെ റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. വെനിസ്വേലൻ ഓയിലിനെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ലോകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികൾ പലരും വെനിസ്വേലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും മടിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതാണ്ട് ഫെയിൽ ആയ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. വെനിസ്വേലൻ ഓയിൽ മുഴുവൻ പോയിരുന്നത് ചൈനയിലേക്കായിരുന്നു. അങ്ങനെ ട്രംപിനെ സംബന്ധിച്ച് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അത് ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളാകാം, തന്റെ ബിസിനസ് താല്പര്യങ്ങളാകാം. അങ്ങനെ ട്രംപിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പരമാധികാര രാഷ്ട്രങ്ങൾക്ക് മേൽ ഈ രീതിയിലുള്ള കടന്നുകയറ്റം നടക്കുന്നതിനെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാനാകും എന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ, അവിടെ റെജിം ചേഞ്ച് ആവശ്യമുണ്ട് എങ്കിൽ, ജനാധിപത്യത്തിലേക്ക് ആ രാഷ്ട്രം കൂടുതൽ മാറേണ്ടതുണ്ടെങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾ ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അതിന് പുറമേ നിന്ന് ഒരു ജനാധിപത്യ ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യങ്ങൾക്കുള്ളിൽ കടന്നുകൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെങ്കിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ അതല്ല ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഷാ ഭരണകൂടത്തിന്റെ കാലത്തേതുപോലെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭരണകൂടം മതി മറ്റൊരു രാഷ്ട്രത്ത് എന്ന് മറ്റ് ചില രാഷ്ട്രങ്ങൾ ചേർന്ന് തീരുമാനമെടുക്കുന്നതിനെ നമുക്കൊരു തരത്തിലും അനുകൂലിക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ശ്രീ ജോസഫ് ആന്റണി നമുക്കൊപ്പം തുടരുന്നുണ്ട്.
ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അമേരിക്കയുടെ താല്പര്യങ്ങൾ, വെനസ്വേലയിൽ എന്താണ് അമേരിക്കയുടെ താല്പര്യം, ട്രംപിന്റെ താല്പര്യം എന്നത് നമ്മൾ കണ്ടതാണ്. ഇറാന്റെ മേൽ അമേരിക്ക ഈ രീതിയിലുള്ള ഇടപെടലുകൾ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായിട്ടുണ്ട്. പലപ്പോഴും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാഷ്ട്രമാണ് എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭരണകൂടമാണെങ്കിൽ മാത്രമേ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന നിലയിലേക്ക് അമേരിക്ക നിലപാട് സ്വീകരിക്കുന്നു. ഇസ്രായേലിന്റെ ശക്തമായ പിന്തുണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ട്. ഈ മേഖലയിലെ ആകെ ഈവിൽ എന്നാണ് ട്രംപ് ഖമനേയിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ ലോകക്രമങ്ങളെ മാറ്റിമറിക്കുന്നത്? ആരാണ് ഈ പരമാധികാര രാഷ്ട്രങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുന്നത്? ആരാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നതിൻ്റെ കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന കടന്നുകയറ്റമാണോ അമേരിക്കയും ഇസ്രായേലും നടത്തുന്നത്? അവർ ഈ മുന്നോട്ട് വെക്കുന്ന അതിനുള്ള ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കണക്കിലെടുക്കാവുന്നതാണോ? രണ്ട് രാജ്യങ്ങൾ ചേർന്നാണ് ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒന്ന് ഇസ്രായേലും ഒന്ന് അമേരിക്കയും. ശ്രീ രഘു പറഞ്ഞതുപോലെ ഇവർ രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് വസ്തുതയാണ്. എന്താണ് രാഷ്ട്രീയ താല്പര്യങ്ങൾ? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് അത് ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയും ഒന്നാമത്തെ സൈനിക ശക്തിയും ഒന്നാമത്തെ രാഷ്ട്രീയ ശക്തിയാണ്. അത് ലോക രാഷ്ട്രീയം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും സുപ്രധാനമായ രാജ്യമാണ്. അപ്പൊ ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് അത് ബ്രിട്ടൻ ആയിരുന്നു. അതിനു മുമ്പ് പിന്നെ മറ്റു ചില രാജ്യങ്ങളായിരുന്നു. ജർമ്മനി ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഓസ്ട്രോ ഹംഗറി ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക എങ്ങനെയാണ് ഈ ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? അമേരിക്ക ലോക രാഷ്ട്രീയത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിയന്ത്രിക്കുന്നത് വളരെ ഞാൻ പെട്ടെന്ന് പറയാം. അവരാദ്യം അതായത് ലിബറൽ വേൾഡ് ഓർഡർ എന്നാണ് ആ ലോകക്രമത്തിന് പറയുന്നത്. ആ ലിബറൽ വേൾഡ് ഓർഡർ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്തത് ആദ്യം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു അന്തർദേശീയ ഇന്റർനാഷണൽ ഫോറം ഉണ്ടാക്കി. അതിന്റെ പേര് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലൂടെ ഈ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന ലോകക്രമം സൃഷ്ടിക്കാൻ കഴിയും. രണ്ടാമതായിട്ട് അവർ ഉടൻ തന്നെ അതിനു വേണ്ടിയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ രണ്ടാമത് അവർ സൃഷ്ടിച്ചത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. IMF, വേൾഡ് ബാങ്ക്, അന്ന് GATT, ഇപ്പോഴത്തെ WTO മുൻഫോം. അതായത് സാമ്പത്തിക ക്രമങ്ങളെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അതായത് രാഷ്ട്രീയ സ്ഥാപനവും സാമ്പത്തിക സ്ഥാപനവും ഉണ്ടാക്കിയ ശേഷം 1949 അവർ നേറ്റോ ഉണ്ടാക്കി. അതായത് സുരക്ഷാ കാര്യങ്ങൾ, അതായത് ലോക രാഷ്ട്രീയത്തെ സൈനികമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നേറ്റോ എന്ന് പറയുന്ന വലിയ സൈനിക സഖ്യം ഉണ്ടാക്കി മാറ്റി. അതിനുശേഷം അവർ സൃഷ്ടിച്ചത് മാധ്യമങ്ങളാണ്. അതായത് അമേരിക്കൻ രാഷ്ട്രീയം ആണ് ഏറ്റവും മികച്ച രാഷ്ട്രീയം. ജനാധിപത്യം, സംസ്കാരം, കല, സാഹിത്യം മുതലായ കാര്യങ്ങളിലെല്ലാം വളരെ മെച്ചപ്പെട്ട രാജ്യം അതാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ സൃഷ്ടിക്കുകയും ആ മാധ്യമങ്ങൾ നമ്മുടെ ചിന്തകളെ അത് സ്വാധീനിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യം, അമേരിക്കൻ രാഷ്ട്രീയത്തെ ഇന്നും ശക്തമായി നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോളറാണ്. ഡോളറിന്റെ സ്വാധീനവും ഡോളറിന്റെ ശക്തിയുമാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ ഇന്ന് ശക്തമായി നിർത്തുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആഗോള രാഷ്ട്രീയത്തിലെ ലോകക്രമം സൃഷ്ടിക്കുന്നത്. ഈ ലോകക്രമം എന്ന് പറയുന്ന അമേരിക്ക എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ചട്ടപ്രകാരമുള്ള ലോകക്രമം അഥവാ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ. റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിലവിൽ നിൽക്കുന്ന അന്തർദേശീയ നിയമങ്ങൾ, അന്തർദേശീയ ധാരണകൾ, അന്തർദേശീയ സ്ഥാപനങ്ങൾ ഇവയെ അംഗീകരിക്കുക, ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ അംഗീകരിക്കുക. ഇവ അനുസരിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയം അരാജകമായ രാഷ്ട്രീയമായിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യങ്ങൾ പരസ്പരം, അതായത് അതുകൊണ്ടാണല്ലോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിൽ പറയുന്നത് നിങ്ങൾ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കണം, ഒരു രാജ്യത്തിന് ആവശ്യമില്ലാതെ ആക്രമിക്കാൻ പാടില്ല. ഈ തരത്തിലുള്ള ചാർട്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലോകക്രമം ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാ കാലത്തും രാഷ്ട്രീയമായി കാണേണ്ട കാര്യം, ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാജ്യമായി നിൽക്കുന്ന, പവർഫുൾ രാജ്യമായി നിൽക്കുന്ന രാജ്യം എന്നാൽ ഈ പറഞ്ഞ തരത്തിലുള്ള നിയമങ്ങളൊന്നും പാലിക്കാറില്ല. KT മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ നിയമം ഒരു ചെലന്തി വല പോലെയാണ്. ഈ നിയമത്തിൽ കൊച്ചു കൊച്ചു പ്രാണികൾ, ഈച്ച അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പ്രാണികൾ വീണാൽ ഈ ചെലന്തി വന്ന് ഈ പ്രാണികളെ പിടിക്കും. എന്നാൽ വലിയ വണ്ട് പോലുള്ളവ വന്ന് വീണാൽ ഈ ചെലന്തി വല കൊട്ടിപ്പോകും. എന്നതുപോലെ ഈ ആഗോള ലോകക്രമത്തിൽ വലിയ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങൾ ഒരു ശ്രദ്ധയും വരുത്തിയിരുന്നില്ല. അതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ കോണ്ടക്സിൽ പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ പറയാം. 1951
ഇറാനിൽ ഒരു നേതാവ് അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ പേര് പിന്നെ മുഹമ്മദ് മൊസാദക് എന്നാണ്. മുഹമ്മദ് മൊസാദക് അധികാരത്തിൽ വരുമ്പോൾ അന്ന് പഹ്ലവി രാജാവായിട്ടുണ്ട്. മുഹമ്മദ് മൊസാദക് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം കാണുന്ന കാര്യം എന്താണ്? ഇറാനിലെ എണ്ണ മുഴുക്കെ ബ്രിട്ടൻ കൊണ്ടുപോവുകയാണ്. ബ്രിട്ടന്റെ സ്വകാര്യ കമ്പനികൾ ഈ എണ്ണ മുഴുക്കെ കൊണ്ടുപോയി അവർക്ക് ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ ഈ എണ്ണ സമ്പത്ത് കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ എണ്ണ ദേശസാൽക്കരിച്ചു. എണ്ണ സമ്പത്ത് ഇറാന്റെ സമ്പത്താണ്, ഇറാനിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടണമെന്നതുകൊണ്ട് അദ്ദേഹം എണ്ണ ദേശസാൽക്കരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇറാൻ ഉടനെ അമേരിക്കയുടെ എന്ന് പറഞ്ഞു, നമ്മൾക്ക് കിട്ടേണ്ട സമ്പത്ത് ഇതാ ഈ മൊസാദക്ക് ദേശസാൽക്കരിച്ചിരിക്കുകയാണ്, അത് അപകടകരമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അട്ടിമറിക്കണമെന്ന് പറഞ്ഞു. MI6 എന്ന് പറയുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനയും CIA ചേർന്ന് 1953 മുഹമ്മദ് മൊസാദക്കിനെ അട്ടിമറിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസ പൗലവി എന്ന് പറഞ്ഞ ആളിന് സ്വേച്ഛാധിപതിയായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വേച്ഛാധിപത്യത്തിന്റെ ഫലമായിട്ടാണ് 1979 ഈ ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ ഉണ്ടാവുന്നതും ഇവർ വരുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു കാര്യം മാത്രമല്ല, എത്രയോ കഥകൾ. അതായത് ഈ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറയുന്ന അമേരിക്ക എത്രയോ ഭരണാധികാരികൾ, ചിലിയിലെ അലൻഡെ അട്ടിമറിച്ചു, പിന്നെ ആഫ്രിക്കയിലെ പാട്രിക് ലൂംബായ് അട്ടിമറിച്ചു, എത്രയോ ഭരണാധികാരികളെ അട്ടിമറിച്ചെന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും അധികം സ്വേച്ഛാധിപതികളെയും പട്ടാള ഭരണാധികാരികളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അമേരിക്കയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ഭരണാധികാരി ആരാണോ അവരെ സംരക്ഷിക്കുകയും അവർക്കിഷ്ടമില്ലാത്ത ഭരണാധികാരികൾ എവിടൊക്കെയുണ്ടോ, അത് പിന്നെ സദ്ദാം ഹുസൈൻ ആവട്ടെ, അത് ബാഷർ അൽ ആസാദ് ആവട്ടെ, അത് ഇറാഖിലും അഫ്ഗാനും ഒക്കെ എന്താണ് സമ്മാനിച്ചത് എന്നത് കൂടി നമ്മുടെ മുന്നിലുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും ജനാധിപത്യം ഇല്ലായ്മ ചൂണ്ടിക്കാട്ടിയും ഒക്കെ നടത്തിയിട്ടുള്ള അധിനിവേശങ്ങളാണ് അമേരിക്കയുടേത്. ആ അധിനിവേശങ്ങൾ ആ രാഷ്ട്രങ്ങൾക്കൊന്നും നല്ലത് സമ്മാനിച്ചിട്ടില്ല എന്നതാണ് ഇറാഖിന്റെയും അഫ്ഗാന്റെയും ഒക്കെ നമുക്ക് മുന്നിലുള്ള അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നതും. ഞാൻ കേണൽ ഡിന്നിയിലേക്ക് പോവുകയാണ്. ശ്രീ കേണൽ ഡിന്നി, നോക്കൂ, ഇപ്പോൾ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ ഈ അടുത്ത് പ്രധാനമന്ത്രി ഇസ്രയേലിലേക്ക് നടത്തിയ സന്ദർശനം നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്കിട നൽകിയിരുന്നത് ഒന്നാണ്. ഇന്ത്യയുടെ പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നുള്ള വ്യതിചലനമായി അതിനെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അവിടെ ഈ യുദ്ധ മുനമ്പിൽ പശ്ചിമേഷ്യ നിൽക്കുന്ന സമയത്തുള്ള സന്ദർശനം, ആ സമയക്രമം പോലും തെറ്റിപ്പോയി എന്ന വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ ഈ വിഷയം ഇത്രമേൽ ഉണ്ടായിട്ടും, അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. താങ്കൾ എങ്ങനെയാണ് ആ വിമർശനങ്ങളെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും വിമർശിക്കാനുള്ള അധികാരമുണ്ട്, അത് വേണമല്ലോ. എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളാവാം, അതിനകത്തൊന്നും ഒരു തെറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരു വിമർശനം നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ കാണണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രൈം മിനിസ്റ്റർ മോദി അവിടെ പോയി, അത് കഴിഞ്ഞിട്ട് ഇസ്രയേലുമായിട്ട് അവിടെ പോയി വിസിറ്റ് ചെയ്ത് തന്നെ കോൺഗ്രസ് ആയാലും ശരി, ഇവിടുത്തെ CPM ആയാലും ശരി, വളരെ രീതിയിലുള്ള വിമർശനമാണ് അത് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ രാഷ്ട്ര താല്പര്യം തന്നെയാണ് വലുത്. നേരത്തെ പ്രൊഫസർ ജോസഫ് ആന്റണി സാർ പറഞ്ഞ പോലെ അമേരിക്കയുടെ താല്പര്യങ്ങൾ തന്നെയാണ് വലുത്. ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യം തന്നെയാണ് വലുത്. ഇപ്പം മുൻപ് സോവിയറ്റ് യൂണിയൻ എന്തായിരുന്നു? സോവിയറ്റ് യൂണിയന്റെ താല്പര്യം തന്നെയായിരുന്നു വലുത്. സോവിയറ്റ് യൂണിയൻ എവിടെയൊക്കെ പോയി അവർ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ റഷ്യ എന്താണ് ചെയ്യുന്നത്? റഷ്യ യുക്രൈനിൽ എന്താണ് ചെയ്യുന്നത്? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം, നമ്മളെ രാഷ്ട്രത്തെ സംബന്ധിച്ചോളം നമ്മളെ രാഷ്ട്ര താല്പര്യമാണ് വലുത്, അതല്ലാതെ വേറെ കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇപ്പം ഈ ഒരു യുദ്ധം നടന്ന സമയത്ത്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ന്യൂസ് വരികയാണ്, UAE-യിലേക്ക് ഏകദേശം 300ഓളം ഡ്രോൺസ് ഒക്കെ പോയിട്ടുണ്ട്. അതിനകത്ത് 3 പേര് മരിച്ചതായിട്ടാണ് ഇപ്പോൾ അറിവ്. ഏകദേശം 40ന്റെ മുകളിലുള്ള ആളുകൾക്ക് പരിക്ക് പറ്റി. UAE പോലത്തെ ഒരു രാജ്യം അമേരിക്കയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അവർ അംബ്രേലയിലുള്ള ഒരു രാജ്യമാണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളിപ്പം കഴിഞ്ഞപ്പം നമ്മുടെ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? നമ്മളിവിടെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി എന്തുകൊണ്ട് ഉണ്ടായില്ല? കാരണം നമ്മളെ ആ രാഷ്ട്ര താല്പര്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റി. എങ്ങനെ? S-400 പോലത്തെ സുദർശൻ എയർ ഡിഫൻസ് സിസ്റ്റം, സ്വന്തമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ, ഇസ്രയേലിൽ നിന്ന് കിട്ടിയ ടെക്നോളജി, ഇതെല്ലാം വെച്ച് നമ്മളെ ആളുകളെ, നമ്മളെ ജനതയെ നമുക്ക് സുരക്ഷയായി ഇരുത്താൻ പറ്റി. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ തിരുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതുകൊണ്ട് ഒരു നേട്ടം ഇല്ലെങ്കിൽ, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി എടുക്കുന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെ സംബന്ധിച്ചോളം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം എക്കാലത്തും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ്, നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യം തന്നെയാണ്. എന്ന് വെച്ച് ഇസ്രയേൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ന്യായീകരിക്കുന്ന ഒരു കാരണവശാലും നമ്മൾ ചെയ്തിട്ടില്ല. പ്രൈം മിനിസ്റ്റർ മോദി പോലും അവിടെ കെനസറ്റിൽ പോയി, പാർലമെന്റിൽ പോയിട്ട് പലസ്തീനിയൻ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു, അവിടെ സമാധാനം വേണമെന്ന് പറഞ്ഞു, ഈ യുദ്ധം ഒരു പരിഹാരമല്ല എന്നും പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. അതിനല്ലാതെ നമ്മൾ വലിയ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ പൊസിഷൻ എടുത്തുകൊണ്ട് രാജ്യത്തിന് ഒരു ഗുണവും ഇല്ല, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇതുവരെ വന്നിട്ടില്ല
അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പണ്ടൊക്കെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? 1971 വാറിൽ ഇന്ദിരാഗാന്ധി നമ്മളെ ഈ ഒരു വലിയൊരു വിജയം നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ്? അന്ന് സോവിയറ്റ് യൂണിയൻ പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുമ്പം നമ്മൾ വളരെ ഈ ഒരു നല്ലൊരു ആശയമാണ്. പക്ഷെ ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാഷ്ട്ര താല്പര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ആ രാഷ്ട്ര താല്പര്യം നോക്കാൻ വേണ്ടി ചില രാജ്യങ്ങൾ അവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അത് നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ നമ്മൾ എഴുത്തി കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ചില രാഷ്ട്രീയ താല്പര്യം വെച്ച് നമ്മൾ ചിലവരെ മാത്രം കുറ്റപ്പെടുത്തുകയും ചിലവരെ നമ്മൾ കണ്ണടച്ച് കണ്ടില്ല എന്നുള്ള നടിക്കുന്നത്, അത് നമ്മുടെ സ്വയം രാഷ്ട്രീയമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ആ രീതിയിൽ ഭാരതം ഇപ്പോൾ എടുക്കുന്ന ഒരു രീതി എല്ലാവരുമായിട്ട്, ഇപ്പൊ നോക്കൂ, ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യം കാണിച്ചു തരൂ, ഈ രാജ്യങ്ങളായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധം. നമ്മൾ ഇന്ന് ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്, നമ്മൾ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ്, ചൈനയുമായിട്ട് നമ്മളെ ബന്ധം ഒരുവിധം നോർമലായിട്ട് ഇരിക്കുകയാണ്, റഷ്യയായിട്ട് നമ്മൾ നല്ല ബന്ധമാണ്, അമേരിക്കയായിട്ട് നമ്മൾ നല്ല, പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബന്ധം നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുക? കാരണം നമ്മൾ ഒരു പ്രാക്ടിക്കൽ എന്താ പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയോളജിയിൽ ബേസ് അല്ല ചെയ്യുന്നത്. നമുക്ക് എന്താണോ നമ്മളെ രാജ്യത്തിന് എന്താണോ നല്ലത് അത് തന്നെ നമ്മൾ ചെയ്യും എന്ന് വെച്ച് നമ്മൾ മറ്റുള്ളവരെ എന്താ പറഞ്ഞ എഴുത്തി കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ നശിച്ചു പോകണമെന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഒരു പക്ഷം പഠിക്കുന്നത്? ഇതിനകത്ത് നമുക്ക് രണ്ടുപേരും വേണം, ഇസ്രായേലും വേണം, ഇറാനും വേണം. അതുകൊണ്ട് ഒരു പക്ഷം പിടിച്ച് ചെയ്യണമെന്നുള്ള യാതൊരു, എനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡാണ്. ശരി, ശ്രീ സനന്ദ്, നോക്കൂ, അങ്ങനെ പക്ഷം പിടിക്കേണ്ടുന്ന സാഹചര്യം പുതിയ മാറിയ ലോകക്രമത്തിൽ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നതാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. BJP വക്താവ് കൂടിയായ കേണൽ ഡിന്നി ചൂണ്ടിക്കാട്ടുന്നത് അതാണോ സാഹചര്യം? പക്ഷേ ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ അവർക്ക് എവിടെ നിന്നും പിന്തുണ ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായി വലിയ രീതിയിലുള്ള ശൃംഖല വളർത്തിയെടുക്കുക എന്നത് ഈ ഖമനയി റെജിമിന്റെ കാലഘട്ടത്തിലെ വളരെ സുപ്രധാനമായിട്ട് അവർ ഏറ്റെടുത്ത ഒരു ദൗത്യം തന്നെയായിരുന്നു. അപ്പോൾ അത് ഈ പശ്ചിമേഷ്യയ്ക്ക് ആകെ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അമേരിക്കൻ ഇസ്രയേൽ നടപടികൾക്ക് പകരമായി ലക്ഷ്യം വെക്കുന്നതും GCC രാഷ്ട്രങ്ങളെ തന്നെയാണ്. എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും അവരുടെ തിരിച്ചടിക്ക് പാത്രമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ ഇറാനെതിരെ പ്രവർത്തിക്കുന്നു എന്നൊരു സാഹചര്യം വരുന്നു. ഇപ്പോൾ റഷ്യ ഒഴിച്ച് മറ്റ് രാഷ്ട്രങ്ങളൊന്നും തന്നെ ഇറാൻ വന്നു പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവർക്കൊരു അനുകൂല സമീപനം നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇറാൻ പൂർണ്ണമായും ഈ അർത്ഥത്തിൽ ഈ നിലയിൽ ഒറ്റപ്പെടുന്നത്? പൊതുവിൽ ഇവിടെ പറഞ്ഞവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ പ്രധാനമായും സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ ചില അടിസ്ഥാനപരമായ മൂല്യങ്ങളുണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കും. ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പല ന്യായങ്ങളും അത്തരത്തിൽ ന്യായീകരിക്കാവുന്നതല്ല. ഇവിടെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാൻ എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. ഇറാൻ ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരു മൂന്നാം ലോക രാഷ്ട്രം തന്നെയാണ്. നേരത്തെ ഇവിടെ ജോസഫ് ആന്റണി സാറ് പറഞ്ഞതുപോലെ മുഹമ്മദ് മൊസാദിഖിന്റെ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അവിടെ എണ്ണ അവര് ദേശസാൽക്കരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന പാശ്ചാത്യ ലോകം അവരെ അട്ടിമറിച്ചുകൊണ്ടാണ് ഭരണകൂടം മാറ്റിക്കൊണ്ട് അവരുടെ ഒരു പപ്പറ്റ് നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ ഷായുടെ ഭരണകൂടത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഷായുടെ ഒരു കാലം മുതൽ തന്നെ അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇറാൻ മറ്റു രാഷ്ട്രങ്ങളുമായി ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയിലായിരുന്നില്ല, അമേരിക്കയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഇസ്രായേലിനെയൊക്കെ മുൻകൂട്ടി തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ് വേണമെങ്കിൽ ഇറാന് പറയാൻ പറ്റും. ആ രീതിയിൽ അന്ന് അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. ഒരുപക്ഷെ ഇറാന് ആണവായുധങ്ങളുടെ ആദ്യ സൂചനകൾ, അതിന്റെ ആദ്യത്തെ ഘട്ടങ്ങൾ സഹായം ലഭിക്കുന്നതും അമേരിക്കയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പിന്നീട് സംഭവങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത് 1979 നടന്നിട്ടുള്ള ഇസ്ലാമിക റവല്യൂഷനോട് കൂടിയിട്ടാണ്. ആ റവല്യൂഷനും ഏകപക്ഷീയമായി ഇസ്ലാമിക റവല്യൂഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അതിനകത്ത് ഒരുപാട് അല്ലാത്ത എലമെന്റ്സും ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ തൊഴിലാളി വർഗങ്ങളുടെയും ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പല വിഭാഗങ്ങളുടെയും ഒരു സംയുക്ത സമരമായിരുന്നു. പക്ഷെ അതിന്റെ അവസാന ഘട്ടത്തിൽ അതിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഏറ്റവും സംഘടിതമായ വിഭാഗമായിരുന്ന ഇസ്ലാമിക വിഭാഗമാണ് അധികാരം ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് ഖൊമൈനി ഫ്രാൻസിൽ നിന്ന് വരുന്നതും അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറുന്നതും. അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ഈ അമേരിക്കയും ഈ പറയുന്ന ഇറാനും തമ്മിൽ. ഹോസ്റ്റേജ് ക്രൈസിസ് വരുന്നു. അമേരിക്കയുടെ എംബസിക്കകത്ത് വെച്ച് അവരെ തടവിൽ വെക്കുന്നു. അത് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സംഗതിയായിരുന്നു. അവർ ബാർഗെയിൻ ചെയ്യുന്നു ഈ തടവ് പുള്ളികളെ വെച്ചിട്ട്. അന്ന് മുതൽ അമേരിക്കയുടെ കണ്ണിലെ പ്രധാനപ്പെട്ട കരടാണ് ഇറാൻ എന്ന് പറയുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു സഖ്യകക്ഷി അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല.
പ്രധാനമായും ഇറാനും ബന്ധമുണ്ടായിട്ടുള്ളത് റഷ്യയുമായിട്ടുള്ള പരിമിതമായ ബന്ധമുണ്ടാക്കുന്നു, ചൈനയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുണ്ടാക്കുന്നു. എന്തുകൊണ്ട് ഇറാൻ ഒറ്റപ്പെട്ടു? പ്രധാനപ്പെട്ട കാരണം ഇറാൻ സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് മതപരമായ കാരണങ്ങളാണ്. ഇറാൻ ഒരു ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമാണ്, മറ്റു രാഷ്ട്രങ്ങൾ സുന്നി ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒരുപക്ഷെ രാഷ്ട്രീയ സംഘർഷത്തിന് അപ്പുറത്തുള്ള സംഘർഷമാണ് പലപ്പോഴും ആ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷിയ ഒരു നേതൃത്വത്തിലേക്ക് ഇറാൻ വരുമ്പോൾ സൗദി അറേബ്യ അപ്പുറത്ത് സുന്നി രാഷ്ട്ര നേതൃത്വത്തിലേക്ക് വരുന്നു. ഒരു കാലത്തും ഇവർ രണ്ടുപേരും ചേർന്ന് പോകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇറാനെ ആക്രമിക്കാനായി അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇറാനെതിരെ സാങ്ഷൻസ് കൊണ്ടുവരാനായി അമേരിക്കയ്ക്ക് കോപ്പ് കൂട്ടുന്നതും ഒക്കെ സൗദി അറേബ്യയും ഈ പറയുന്ന ഗൾഫ് രാഷ്ട്രങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ഇറാൻ ഇപ്പൊ തിരിച്ചടിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇറാൻ അടുത്തുള്ള അറബ് രാജ്യങ്ങളെ തിരിച്ചടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾ ഒരു കാലത്തും ഇറാന്റെ ഒപ്പം നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഇറാന്റെ രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ നോക്കിയാൽ അറിയാം ഈ അറബ് രാഷ്ട്രങ്ങൾ ഇറാനെതിരെയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു സഖ്യകക്ഷി ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇറാൻ അതിൻ്റെതായ പ്രോക്സികളെ ഉണ്ടാക്കുന്നത്. ഹമാസ് ഉണ്ടാക്കുന്നു, ഹിസ്ബുള്ള ഉണ്ടാക്കുന്നു, ഹൂതികളെ ഉണ്ടാക്കുന്നു. അവർ മുഖാന്തരം ആ മേഖലയിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴാണ് ഈ അടുത്ത് തിരിച്ചടികൾ ഉണ്ടാവുന്നു, ഹമാസിന് തിരിച്ചടി ഉണ്ടാവുന്നു, ഹിസ്ബുള്ളക്ക് തിരിച്ചടി ഉണ്ടാവുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇപ്പൊ പുറകോട്ട് പോയ ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ച് നിലവിൽ രക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള പ്രോക്സികൾ അവർക്കില്ല. ഒപ്പം തന്നെയുള്ള ഒരു പ്രശ്നം റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും നമ്മളിപ്പോ കണ്ട യുദ്ധങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരു പരിധി വിട്ട് ഇടപെടുന്ന ഒരു ആഗോള ലോകക്രമമല്ല ഇപ്പോൾ ഉള്ളത്. അമേരിക്കയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ട്രാറ്റജിക് ആയി അല്ലെങ്കിൽ ആയുധപരമായി അമേരിക്ക തന്നെയാണ് അത് ഡീൽ ചെയ്യുന്നത്. സാമ്പത്തികമായി ഏകദ്രുവോദ്യോഗമെന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക്കായി അമേരിക്ക തന്നെയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തി. അതുകൊണ്ട് തന്നെ അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് ഇറാനൊപ്പം നിൽക്കാനായിട്ട് നിലവിൽ ഒരു രാജ്യങ്ങളും തയ്യാറാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇറാൻ ചെയ്യുന്നത് ഇവിടെ കുറ്റം പറയാൻ സാധിക്കില്ല. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ റെയിൽസ് തിയറിയുടെ ഭാഗമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ എന്താണ് ചെയ്യുന്നത്? അവരെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, ബോംബുകൾ വന്ന് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് കഴുത്ത് ഞെക്കി കൊല്ലാൻ പോകുന്ന ഒരാള് കയ്യിൽ കിട്ടുന്ന എന്തിനേയും ആക്രമിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്തുള്ള ടാർഗറ്റ്സ് ആണ്, അമേരിക്കയ്ക്ക് വേണ്ട ടാർഗറ്റ്സ് ആണ്, ഗൾഫ് രാഷ്ട്രങ്ങളാണ്. അവരെ ആക്രമിക്കുന്നതോടുകൂടി തീർച്ചയായും അമേരിക്കയ്ക്ക് ഇടപെടലുണ്ടാകാനുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതാണ് ഇപ്പോഴുള്ള ഈ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായും ഡിന്നി നോക്കൂ, ഈ ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിൻ്റെ ഒരു ആഹ്വാനം ഇറാൻ ജനതയോട് വന്നിരിക്കുന്നത് ഇത് വലിയൊരു അവസരമാണ്, ഇത് ഉപയോഗപ്പെടുത്തൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വി വിൽ സ്ട്രൈക്ക് തൗസൻഡ്സ് ഓഫ് ടാർഗറ്റ്സ് ബിലോങ് ടു ദ ടെറർ റെജിം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ മെസ്സേജിൽ തന്നെയാണ് ഇതൊരു വലിയ അവസരമാണ്, എപ്പോഴും കിട്ടുന്ന അവസരമല്ല, ഇത് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തൂ എന്നതാണ് ഇറാനിയൻ സിറ്റിസൺസിനോട് നെതന്യാഹു ആവശ്യപ്പെടുന്നത്. ആ ഒരു മെസ്സേജ് പാകിസ്ഥാനിലെ ബലൂജികൾക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ വേരിയസ് എത്നിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബലൂജികൾക്ക് പോലും അദ്ദേഹം ഒരു സന്ദേശം കൊടുക്കുകയാണ്, ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്ന്. അപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. എല്ലായിടത്തെയും ഈ എത്നിക് ഗ്രൂപ്പുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നെതന്യാഹു ഇത്തരം ഒരു സന്ദേശം കൊടുക്കുന്നത്. പാകിസ്ഥാനിൽ ഇതിനോടകം നമ്മൾ കാണുന്നത് ഷിയ വിഭാഗങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവത്തിൽ നടത്തുന്നു എന്നതാണ്. അവിടെ US എംബസിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു, 9 പേർ വെടിവയ്പിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി അല്ല ഇത് അടയാളപ്പെടുത്തുക എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാകും? പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലെ അയൽ രാജ്യങ്ങളിലൊക്കെ അസ്വസ്ഥതയുണ്ടാക്കാൻ പറ്റുന്ന ഇത്തരം ആഹ്വാനങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്ത്യയും പാകിസ്ഥാനെ ഒന്നും ഡയറക്റ്റ് ആയിട്ട് അത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അതൊരു ബേസിക്കലി ഒരു യുദ്ധം നടക്കുമ്പം ഇതുപോലത്തെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവിടുത്തെ രാഷ്ട്ര തലവന്മാരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഈ ഇറാൻ ജനതയ്ക്കുള്ളിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും അവർ ഇസ്രയേൽ എന്താണോ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൂടുതലും. അതാണ് പ്രൈമറി ടാർഗറ്റ്. പിന്നെ ഒരു സെക്കൻഡറി ടാർഗറ്റ് എന്നുള്ള നിലയിൽ ശരിയാണ്, ഇന്റർനാഷണൽ ഓഡിയൻസിന് വേണ്ടിയും കൂടി അത് അഡ്രസ് ചെയ്യാണ്. നോക്കൂ, നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം അല്ല എന്ന് പറയുമ്പോഴും അതിനൊരു ചാൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാന്റെ കറാച്ചിയിൽ ഇന്ന് നടന്ന US എംബസിയിലെ അറ്റാക്ക് അത് വളരെ ദൗർഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അവിടുത്തെ ലോലെസ്നെസ് അല്ലെങ്കിൽ അവിടെ ഒരു രീതിയിലുള്ള ക്രമസമാധാനം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. വേറൊരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് നിങ്ങൾ ആക്രമിക്കാൻ. കശ്മീരിൽ കോൺസുലേറ്റിന് അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. പ്രതിഷേധങ്ങളുണ്ടായി.
അതല്ലേ നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറഞ്ഞ ഒരു അഭിമാനമായിട്ട് പറയാവുന്ന കാര്യമല്ലേ. നമുക്ക് പ്രതിഷേധിക്കാമല്ലോ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രതിഷേധം എവിടെ വേണമെങ്കിലും ആവാം. പക്ഷെ പ്രതിഷേധം വേറെയാണ്. ഒരു കോൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു സോവറിൻ കൺട്രിയുടെ കോൺസുലേറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കൺട്രി ആയിട്ടുള്ള ഒരു യുദ്ധമാണത്. ഒരു കോൺസുലേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനർത്ഥം ആ രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അതാണോ കശ്മീരിൽ നടന്നത്? കശ്മീരിൽ ഒരു പ്രതിഷേധം നടന്ന വളരെ ഇപ്പൊ കശ്മീരിൽ നിന്ന് ഡൽഹിയിൽ നടന്നല്ലോ. ഡൽഹിയിൽ പോലും ഒരു പ്രതിഷേധം നടന്നല്ലോ. അവർ പറഞ്ഞത് ഞങ്ങൾ ഭാരതീയരാണ്, പക്ഷെ ഞങ്ങളെ ഇമാമിനെ കൊന്നതിൽ ഞങ്ങൾക്ക് വിരോധമുണ്ട്, ഞങ്ങൾ പ്രതിഷേധിക്കാം. അത് എല്ലാവർക്കും ചെയ്യാമല്ലോ, അതിനകത്തൊരു തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കോൺസുലേറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന വെച്ചാൽ അതൊരു രാജ്യത്തിന് വേണ്ടി അറ്റാക്ക് ചെയ്യാണ്. ഇനി ഡൊണാൾഡ് ട്രംപ് അടുത്ത പാകിസ്ഥാൻ ഇത്രയും നാൾ നന്നായിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു നടന്ന ആൾ ഇനി അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത് അത് വരും ദിവസങ്ങളിൽ കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ നെതന്യാഹു ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളത് ഇറാന്റെ ഉള്ളിലുള്ള, നമുക്കറിയാം ഇറാന്റെ ഉള്ളിൽ ഈ ഒരു ഖമേനിയുടെ മരണത്തോടു കൂടി ധാരാളം ആളുകൾ റാലിംഗ് ബിഹൈൻഡ് ദ ഫ്ലാഗ് എന്ന് പറയുന്ന പോലെ, അതായത് ഒരു യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ചില ഭാഗത്തെങ്കിലും ഒരു ആഹ്ലാദ പ്രകടനവും മറ്റു കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മൂവ് കൂടി ആവാം. നോക്കൂ, നമ്മൾ ഈ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇസ്രായേൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പം അവർ അതിന്റെ ഗ്രൗണ്ട് ഹോംവർക്ക് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഖമേനിയും ഇത്രയും ആളുകൾ ഇരിക്കുന്നതിന്റെ ഉള്ള ഇൻപുട്ട് കിട്ടുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് കിട്ടിയോണ്ടാണ്, ഹ്യൂമൻ ഇന്റലിജൻസ് കിട്ടിയോണ്ടാണ്. അപ്പൊ ഇറാന്റെ ഉള്ളിൽ തന്നെ ഭരണമാറ്റം വേണമെന്ന് വിചാരിക്കുന്ന ഒരു ധാരാളം ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ കൂടി ആവാം ഇത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയെ അല്ലെങ്കിൽ പാകിസ്ഥാനെ അത് ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. വളരെ രസകരമാണ് വാസ്തവത്തിൽ ഈ പിന്നെ നെതന്യാഹുവിന്റെ ഈ മൈനോറിറ്റിയൊക്കെയോടും എത്നിസിറ്റിയോടും മൈനോറിറ്റിയോടും ഒക്കെ ഉള്ളൊരു സ്നേഹം വളരെ രസകരമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിത്തറ എവിടെ കിടക്കുന്നത്? പ്രശ്നങ്ങളുടെ എല്ലാം അടിത്തറ വാസ്തവത്തിൽ ഇസ്രായേലിന്റെ സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഒരു കുറച്ച് ആളുകൾ ഒരു പ്രത്യേക പ്രദേശത്ത് വരുന്നു, അതായത് കുറച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് വരുന്നു. ആ പ്രദേശത്ത് വന്നിട്ട് ഈ സെറ്റ്ലർ കൊളോണിയലിസം, അതായത് പുറത്തു നിന്ന് വന്ന ആളുകൾ ചെയ്യുന്ന എന്താണ്? ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ ആക്രമിച്ചും കൊന്നും ആട്ടിപ്പായിച്ചും മാർജിനലൈസ് ചെയ്തും ഈ പ്രദേശം മുഴുക്ക കീഴടക്കുന്നു. ഈ സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത് ലോകത്ത് പണ്ടുമുട്ടയുണ്ട്. അമേരിക്ക സെറ്റ്ലർ കൊളോണിയലിസം നടപ്പിലാക്കിയ രാജ്യമാണ്. അവിടുത്തെ ഉള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം കൊന്നും ആക്രമിച്ചും അവരെ ഓടിച്ചു കഴിഞ്ഞു. അർജന്റീനയിൽ സംഭവിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ സംഭവിച്ചിട്ടുണ്ട്, കാനഡയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്രായേലുകാർ വന്ന് കയറിയതിനു ശേഷം ആ രാജ്യത്ത് താമസിച്ചിരുന്ന പാലസ്തീനികൾ, അതായത് ഒരു എത്നിക് ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റുള്ള എത്നിക് ഗ്രൂപ്പിനെ പിന്നീട് ഈ സമരം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഈ നെതന്യാഹുവിന്റെ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ പറഞ്ഞ സ്ഥലത്ത്, അതായത് പ്രദേശം ഐക്യരാഷ്ട്ര സംഘടന 1947 ഇത് വിഭജിച്ച് കൊടുത്തപ്പോൾ 45% പ്രദേശം ഉണ്ടായിരുന്ന ഈ പലസ്തീൻ എന്ന് പറയുന്ന ആളുകളെ ആട്ടിപ്പായിച്ചുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ട് വംശഹത്യ നടത്തിക്കൊണ്ട് അവരൊന്നും ഇനി ഇവിടെ വേണ്ട എന്ന് പറയുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് മറ്റുള്ള രാജ്യങ്ങളിലെ മൈനോറിറ്റി നിങ്ങൾ ഉയർന്നു വരണം സംരക്ഷിക്കണമെന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ എന്താണ്? ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാണ്. ഒന്ന് എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് രഹസ്യമായി ആണവായുധം ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്കക്ക് അതിനകത്ത് വല്ല പ്രതിഷേധമുണ്ടോ? അമേരിക്ക അതിനോട് എതിർക്കുന്നുണ്ടോ? അതായത് ഈ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. എന്നാൽ ഇസ്രായേൽ രഹസ്യമായി ആണവായുധം ഉണ്ടാക്കി വെച്ചേക്കുന്നതിനെ എതിർക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കി വെക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആണവായുധം ഉണ്ടാക്കാനുള്ള അവകാശമില്ലേ? അതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ അവകാശമല്ലേ? അപ്പൊ ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല, ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കാം. രണ്ടാമത്തെ പ്രശ്നം എന്താ ഇവർ തമ്മിലുള്ള? രണ്ടാമത്തെ പ്രശ്നം ഈ പലസ്തീൻ പ്രശ്നമാണ്. പലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പലസ്തീൻ വിഷയത്തിൽ ഏറ്റവും അധികം പിന്തുണ നൽകുന്ന രാജ്യം പശ്ചിമേഷ്യയിൽ ഇറാനാണ്. അപ്പൊ ഈ ഇറാനെ എല്ലാ തരത്തിലും ഒഴിവാക്കുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ എത്നിക് എന്നുള്ള വാക്ക് ഈ വളരെ എന്താണ് ഈ മറ്റുള്ള സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ സ്വന്തം രാജ്യത്ത് ഉള്ള ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഒരു രീതി ചെയ്യുന്ന ആളാണ് ബാക്കിയുള്ള സ്ഥലത്തെ പ്രതിപക്ഷവും മൈനോറിറ്റിയും സമരം ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ. തീർച്ചയായും ഡിന്നി നമ്മോടൊപ്പം 7:30 വരെ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. ഡിന്നി, ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ലീവ് ചെയ്യാം. ഓക്കെ. പ്രൊഫസർ ജോസഫ് ആന്റണി സർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മൾ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ ഈ കാര്യത്തിൽ എനിക്കൊരു അങ്ങനെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഒരു വിയോജിപ്പ് എനിക്ക് രേഖപ്പെടുത്തുകയാണ്. അതായത് ഇറാനും അതെ സർ, താങ്ക് യു. ഇപ്പം സാർ പറഞ്ഞതിനകത്ത് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ഇഷ്യൂവിൽ
സാർ പറഞ്ഞ ഒരു പോയിന്റ് അത് കറക്റ്റ് ആണ്, അതിനകത്ത് ഞാൻ അതിനകത്ത് യോജിച്ചു. പക്ഷെ മറ്റൊരു വശം കൂടെ ഉണ്ട്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭരണകൂട്ടമാണ് ഇപ്പം ഇറാനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ഇപ്പൊ ഞാൻ കാണുന്ന ഇതിന്റെ ഈ ഒരു ഇപ്പോഴത്തെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ കാരണം പോലും ഒക്ടോബർ 7-ാം തീയതി അവരുടെ പ്രോക്സി ആയിട്ടുള്ള ഹമാസ് ഭീകരവാദികൾ ചെന്ന് ഇസ്രായേലിൽ ചെയ്ത അക്രൂരമായിട്ടുള്ള കാര്യമാണ് തുടക്കം. കാരണം അതിന്റെ മുമ്പ് നമ്മൾ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ആ ഹിസ്റ്ററി നമുക്ക് ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, കാരണം അത് എവിടെ ചെന്ന് എത്തുമെന്ന് അറിയത്തില്ല. പക്ഷെ ഈ ഒക്ടോബർ 7-ന് തൊട്ട് മുമ്പ് നടക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റ്, ഇന്ന് കത്തുന്ന മിഡിൽ ഈസ്റ്റിൽ സമാധാനപരമായിട്ട് ഒരിക്കലും യോജിക്കത്തില്ല എന്ന് പറഞ്ഞ UAE, ഇസ്രായേൽ, അമേരിക്ക, സൗദി അറേബ്യ പോലും ചർച്ച നടത്തിക്കൊണ്ട് അവിടെ ഒരു പീസ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയിലേക്ക്, അബ്രഹാം അക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടാണ് ഇറാൻ, നമ്മളില്ല ബോക്സിംഗിൽ പറയുന്ന പോലെ അവരുടെ വെയിറ്റിനെക്കാട്ടിയും കൂടുതൽ ഒരു ഫൈറ്റിംഗ് വെൽ അബവ് ദ വെയിറ്റ് എന്ന് പറയുന്ന പോലെ അതിനകത്ത് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഇറാൻ ആണ് ഈ മുസ്ലിം രാജ്യങ്ങളിലെ തലവൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി അവർ നേരത്തെ ശ്രീ സനന്ദ് പറഞ്ഞ പോലെ ഈ പ്രോക്സീസിനെ ഉപയോഗിച്ചു. പ്രോക്സീസ് അല്ല, അവരെല്ലാം ടെറർ ഗ്രൂപ്പ്സ് ആണ്. ആ ടെറർ ഗ്രൂപ്പ്സ് ഉപയോഗിച്ചത് ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് മാത്രമല്ല, സൗദി അറേബ്യ ഉപയോഗിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പോലും തകർക്കാൻ വേണ്ടി ഇറാൻ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇറാൻ അവിടെ ഒരു രീതിയിലുള്ള സഖ്യകക്ഷികൾ ഇല്ലാത്തത്. കാരണം ഈ ടെറർ ഗ്രൂപ്പ്സ് ഡയറക്റ്റ് ആയിട്ട് അവർ ഓയിൽ ഫീൽഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇറാൻ അവർ വളരുന്ന അനുസരിച്ച് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന് മറികടന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു റിയാക്ഷൻ വരും. ഒരു കാര്യം ഷുവറാണ്, ഞാൻ അതിനകത്ത് എഗ്രി ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ ഇറാനും ഉണ്ടാക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ളത് അതിനകത്ത് ഞാൻ പൂർണ്ണമായിട്ടും ജോസഫ് സാർ, ആന്റണി സാറിന്റെ ആയുധങ്ങളായിട്ടില്ല, സമ്പുഷ്ടീകരണവും മറ്റ് പ്രോസസ്സുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ശാസ്ത്രജ്ഞരെ ഉൾപ്പെടെ തെരഞ്ഞു പിടിച്ച് കൊന്ന് ആ പ്രോസസ്സ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. വളരെ നന്ദി ശ്രീ കേണൽ ഡിന്നി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. നമുക്കൊപ്പം ഇസ്രായേലിൽ നിന്ന് അരുൺ കൂടി ചേരുകയാണ്. മലയാളിയായ അരുൺ അവിടെ നിന്ന് ചേരുന്നു. ഇസ്രായേലിൽ ഇന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ബീറ്റ് ഷമേഷ് ആക്രമണം അത് അല്പം കടുത്തതായിരുന്നു. ടെൽ അവീവിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അരുൺ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? താങ്കൾ ടെൽ അവീവിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ സൈറണുകൾ ഉണ്ടോ? കൂടുതൽ ആക്രമണത്തിനുള്ള സാധ്യതകളാണോ കാണുന്നത്? നമസ്കാരം. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറിന് ഇടയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ സൈറണുകളുടെ ശബ്ദം കേൾക്കുന്നില്ല സെൻട്രൽ ഇസ്രായേൽ അല്ലെങ്കിൽ ടെൽ അവീവിൽ. പക്ഷെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ 1.5 മണിക്കൂർ മുന്നേ, ഏകദേശം 2 മണിക്കൂർ മുന്നേ ബെത്ഷമേഷിൽ, ജെറുസലേമിന്റെ പ്രാന്തപ്രദേശത്ത് വരുന്ന ഏരിയയാണ് ബെത്ഷമേഷ് എന്ന് പറഞ്ഞത്. ബെത്ഷമേഷിൽ പബ്ലിക് ബങ്കറിന് നേരെയാണ് ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ മേജർ കാഷ്വാലിറ്റീസ് ഉണ്ട്. 8 മരണം എന്നുള്ള വിവരം വരുന്നുണ്ട്. കൃത്യമായി മരണങ്ങളുടെ 6 മരണം, ഞാൻ കുറച്ചു മുമ്പ് അപ്ഡേഷൻ എടുത്ത സമയത്ത് 6 മരണങ്ങളാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ ഇന്നലെ ടെൽ അവീവിലെ ഇഹിലോവ് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഒരു ബിൽഡിങ്ങിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിരുന്നുണ്ട്. അതിലൊരു മരണം ഉണ്ടായിരുന്നു. ഒരു ഫോറിൻ വർക്കറായിട്ടുള്ള ഫിലിപ്പിനോ കെയർ ഗീവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവർ ലേഡിയാണ്, അവരാണ് ഇന്നലെ മരണപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രി പലതവണ മിസൈൽ അറ്റാക്ക് ത്രെഡുകൾ ഉണ്ടായിരുന്നു. മേജർ കാഷ്വാലിറ്റീസ് 2 ഈ ടെൽ അവീവിലും ബെത്ഷമേഷിലും ഉള്ളതാണ് നിലവിൽ. അരുൺ, ആശങ്കയിലാണോ? നിങ്ങൾക്ക് എപ്പോഴും അയൺ ഡോമിന്റെ സംരക്ഷണമാണ് ആശ്വാസവും, അതിലാണ് നിങ്ങളുടെ വിശ്വാസവും. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഞങ്ങളുടെ അവകാശമാണ് എന്നതാണ് ഇറാൻ ആവർത്തിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ അത്തരമൊരു സന്ദേശം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇനി മുൻപിൻ നോക്കാതെ സാധ്യമാകുന്നതൊക്കെ ചെയ്യുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. അപ്പോൾ അതൊരു വലിയ ആശങ്കയാണോ നിങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനു മുന്നേ ഉള്ള സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്രമണ രീതിയും അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചെന്ന് തോന്നുന്നില്ല. പക്ഷെ ബാലിസ്റ്റിക് മിസൈലുകൾ ആണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള മിസൈൽ അറ്റാക്കിൽ നിന്നും അതിന്റെ പ്രഹരശേഷി കൂടുതലാണ്. അതിനുള്ള കരുതലുകൾ എടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ പബ്ലിക് ഷെൽട്ടറിനോ അല്ലെങ്കിൽ ഷെൽട്ടറിനോടുള്ള പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. അതിനുപരിയായിട്ട് നമ്മളിപ്പോൾ ഇസ്രായേലിലാണ് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് യുദ്ധങ്ങളും. ഇപ്പം നമ്മളാണെങ്കിൽ പോലും പലതവണ ഈ ഒരു സബ്ജക്ട് മാത്രമേ ഞാൻ ഈ ചാനലിലൂടെ സംസാരിച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അമിതാത്മവിശ്വാസത്തിലല്ല, നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക, നമ്മുടെ വേണ്ട പ്രിക്കോഷനുകൾ എടുക്കുക.
എന്നത് തന്നെയാണ് നമ്മൾ മലയാളി ചെയ്തു പോകുന്നത്. കമ്മ്യൂണിറ്റികൾ സമൂഹ മാധ്യമങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടോ? അവിടെ തന്നെ തുടരുക, ഇത് ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറുന്നു. നമുക്കറിയാം ന്യൂസ് 18 തന്നെ ഏതാണ്ട് 2-3 വർഷത്തിനിടയിൽ ഒക്ടോബറിൽ തുടങ്ങിയ ആക്രമണത്തിനിടയിൽ അതിനോട് പലതവണ ഈ ആശങ്കകൾ പങ്കുവെക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ തുടരുക, അതിന്റെ സംരക്ഷണയിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണോ മലയാളി സമൂഹം പൊതുവെ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ തന്നെ തുടരുക, അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും തരുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സേഫായിട്ട് ഇവിടെ തന്നെ തുടരുക എന്നതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത്. അതിനുപരിയായിട്ട് നമുക്കറിയില്ലല്ലോ, ഇപ്പം യുദ്ധം എപ്പോഴും ഭ്രാന്തമായ ഒരു തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നാളെ എന്താണെന്നുള്ളത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നതാണ് ഞാനടക്കമുള്ള മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ ശരി, വളരെ മനസ്സിലാക്കുന്നത്. നന്ദി.